ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ഞങ്ങളിന്ന് കോഫർ മീൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒമാനി ചാള. നമ്മുടെ നാടൻ ചാള ടേസ്റ്റാണ്, നാടൻ ചാള ടേസ്റ്റാണെന്നല്ല, അതേ ടേസ്റ്റിനാണെന്നാണ് പറയുന്നത്. വെച്ച് നോക്കണം, വെച്ച് നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഇത് വറക്കാനുള്ള പരിപാടിയാണ്. ഇത് അതുപോലെ ഇലയുണ്ട്, ഇല വെച്ചിട്ടുണ്ട്. ഇല വെച്ചിട്ട് വറക്കാനാണ്. ചട്ടി, കറിവേപ്പില, കറിവേപ്പിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മനിച്ചാള അല്ലേ. പിന്നെ കോഫർ കഴിഞ്ഞാൽ ഞങ്ങൾ കറി വെച്ചിട്ടാറുണ്ട്. കോഫർ നല്ലൊരു മീനാണ്, നല്ല മാംസമുള്ള മീൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. നല്ല മാംസമുള്ള നല്ല ഇതായിട്ടുള്ള മീനാണ് കോഫർ. ഇതിപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു. കറി ഇട്ടു. ഇതൊരു പാല് ചവര വെച്ചിട്ട് പോയതാ. ഓക്കെ, തേങ്ങാപ്പാൽ കലക്കി വെച്ചിട്ടുണ്ട്. നിലവിൽ തേങ്ങാപ്പാലുണ്ട്. പിന്നെ ഞങ്ങൾ ചട്ടി ഇവിടെ നമ്മൾ ഒരു ചട്ടി വാങ്ങിച്ചാൽ നമ്മുടെ നാടൻ ചട്ടിക്കാട്ടി കുറച്ചുകൂടെ. ഇതിപ്പോൾ നമ്മൾ ചെടികൾ വെക്കുന്ന ചട്ടി പോലെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് കടുകിട്ട് കഴിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്താ, ഇതാണ് ഞങ്ങളുടെ വിശാലമായ അടുക്കള. വളരെ വിശാലമായ അടുക്കളയാണ്. കബോർഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. കബോർഡ്സൊക്കെ ഉണ്ട്. വിശാലമായ അടുക്കളയാണ്. മുളക് പൊടി. ഇനിയിപ്പോൾ എന്താ ഇടുന്നത്? ഓക്കെ, ചാളക്ക് അരപ്പ് പുരട്ടി വെക്കുകയാണ്. അത് ഗരം മസാലയാണ്, കുരുമുളക് പൊടി. ഓക്കെ, ഉപ്പ്, ഇട്ടു, മിക്സ് ചെയ്തു. ഓക്കെ, കടുക് പൊട്ടിയല്ല. കടുക് പൊട്ടുന്ന സൗണ്ടാണ് കേൾക്കുന്നത്, കട സൗണ്ട്. എണ്ണ കുറച്ച് ടേസ്റ്റ് കിട്ടുമല്ലേ. ചില വിനാഗിരി അങ്ങനെയൊന്നും ഒരിക്കില്ല, ഒരിക്കലല്ലേ. ചെറിയ ചാള, ടേസ്റ്റുള്ള ചാളയാണ്. അല്ലേ, ഞാൻ ചേച്ചി പറഞ്ഞിട്ടല്ലേ, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ നല്ല സംഭവം നമ്മൊന്ന് കഴിച്ചു നോക്കിയിട്ട് അറിയാം അതിന് ഒമാനി ചാള അല്ലേ, നമ്മുടെ നാടൻ ചാളയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അല്ലേ. കണ്ടിട്ട് നമ്മുടെ നാടൻ ചാളയുടെ അല്ലേ ചെറിയ കുരുമുളക്. ഇനിയിപ്പം അടുത്ത നമ്മളെ മീൻ ഇതല്ലേ, തേങ്ങ അരച്ച് കറി വെക്കാനല്ലേ. കോഫറല്ലേ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കണം. കോഫർ നമ്മൾ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചാള വറുത്തത്, കോഫർ മീനാണ്. ചാള ഞങ്ങൾ ഇലയൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന് ഇലയൊക്കെ വാങ്ങിച്ചു. നമ്മുടെ ഇലയിൽ വറുക്കാനുള്ള പരിപാടിയാണ്. കോഫർ നല്ല ദശയുള്ള മീനാണ്. നമ്മുടെ നാട്ടിൽ എന്താ അതിൻ്റെ പേര് പറയുന്നത് അറിയില്ല. നമ്മളെല്ലാം കഴിച്ചിട്ട് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, സവാള. ആദ്യം നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. കറിവേപ്പില, ഇഞ്ചി, സവാള അല്ലേ. ഓക്കെ, ഇട്ടു. തേങ്ങാപ്പാൽ റെഡിയാണ്. വാഴയില സെറ്റപ്പായിട്ട് വാഴയില വെച്ചിട്ടുണ്ട്. വാഴയില നമ്മളത്
വറക്കാൻ ഉദ്ദേശിക്കുന്നത് ചാള. പിന്നെ അത് വഴന്ന് വെട്ട്. നമ്മൾ അടുത്ത പ്രിപ്പറേഷൻ എന്താണ്? തേങ്ങാപ്പാൽ വെച്ചിട്ട് ആ മീൻ അതിലേക്ക് ഇട്ടിട്ട് ഓക്കെ അല്ലേ? മുളക് പൊടി ഇല്ലായിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. തുടച്ച് വെച്ചു. ഇവിടെ കിച്ചൺ ഇതാണ്, ഒന്നുകൂടെ പരിചയപ്പെടുത്തുക. ഇവിടെ കിച്ചൺ ഇതാണ്. ചൂടിപ്പോൾ ഭയങ്കര കൂടുതലാണ് ഇവിടെ, അന്യായ ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ പാത്രങ്ങൾ വെക്കുന്നത്. പിന്നെ കബോർഡ്സുകളൊക്കെ ഇഷ്ടംപോലെ നിലവിലുണ്ട് ഇവിടെ. പിന്നെ സ്റ്റൗവ് രണ്ട് ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് 2 ഫാമിലി ഉള്ളു ഇവിടെ നിലവിൽ താമസിക്കുന്നത്. സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഗ്യാസ് കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ചാള ഇല്ലല്ലോ, ചാള വറക്കാനുള്ള പരിപാടിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതെല്ലാം കൂടെ ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലൊക്കെ അത് വഴന്ന് വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആ പൊടികൾ ഇടുകയാണ്. പൊടി ചെയ്തിരുന്ന് മഞ്ഞപ്പൊടി ഇട്ടു, കാശ്മീരി മുളക് പൊടി ഇട്ടു. ആ മല്ലിപ്പൊടി എടുത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്യപ്പെട്ടെ? ആ തേങ്ങാപ്പാൽ അഡ്ജസ്റ്റ് ചെയ്യാം. മുളക് പൊടി കുറച്ച് കേട്ടോ, ഭയങ്കര എരിവായിരുന്നു. അയ്യോ വലിയ വേണം മുളക് പൊടി. ഇത്ര ഉള്ളല്ലേ? ശരിക്കും പാട്ട് ഞാൻ മാട്ടട്ടെ. നീ ഒന്ന് മുളമ്പല് പിടിക്കുക. കുടമ്പിൽ നമ്മൾ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. കുടമ്പിലിട്ട് നല്ലോണം വെള്ളം വെച്ചു. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ പ്രിപ്പറേഷൻ തേങ്ങാപ്പാൽ വെച്ചല്ലേ? ആ കുടമ്പിലിട്ടു. കുറച്ച് വെള്ളം വെച്ചാൽ പോരെ? ഉപ്പിടണം. ഇതിപ്പം മുളകരച്ച ഇതല്ലേ? തേങ്ങാപ്പാൽ ഒഴിക്കുമല്ലോ. തേങ്ങാപ്പാൽ ഒഴിക്കുക. ചൂട് ഭയങ്കര പ്രശ്നമില്ല. ഫാനിൻ്റെ അമ്പോ ഫാനിട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യാമല്ലോ. പക്ഷേ കാണില്ല, വെളിച്ചമുണ്ടാവില്ല. ഉണ്ടോ കേട്ടോ? ഇച്ചിരി തന്നെ നോക്കട്ടെ. ആ പാട്ട് ആയിട്ടില്ല. എരിവും അതങ്ങനെ ആയിട്ടേ ഉള്ളൂ. ചാല ഉറക്കാം. അത്രയും കഴി നമ്മട്ടെ മുഖമൊന്ന് കയറ്റോട്ടെ. ചള ഉറക്കാൻ പോണം. മുഖമൊന്ന് കയറ്റോട്ടെ. ആ മീനിട്ടു. മീൻ തിളച്ച് വന്നു. ഞങ്ങൾ ആ മീനങ്ങോട്ട് ഇട്ട് കോഫറല്ല നമ്മൾ ഇടുന്നല്ലേ? കോഫർ പേരൊക്കെ അറിയില്ല. കോഫർ ഇട്ടു. കോഫർ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വെച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ് കോഫർ.
നല്ല ദശയാണല്ലേ. നമ്മുടെ അതിൻ്റെ പേരെന്നൊന്നും അറിയില്ല, പേര് നമുക്കറിയില്ല. ഇത് നന്നായിട്ടൊന്ന് നല്ല തിളക്കട്ടെ. തിളച്ചോട്ടെ. ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച്. ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഇങ്ങനെയാണ് വെക്കുന്നത്. തിളക്കട്ടെ. തിരക്കില്ലേ തിരക്കില്ലപ്പം. നല്ല മാംസം, നല്ല കട്ടി മാംസം കിടക്കണ്ട, തലയിൽ കിടക്കണ്ട, നല്ല ഉരുക്കണ്ട, കണ്ട നല്ല രീതിയിലാണ് ആ മീനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ദശ നല്ലത്. ഇനിയിപ്പോൾ ഓക്കെ, ചാള വറുക്കുള്ള പരിപാടിയാണ്. കട്ടായി, ഉപ്പ് വരട്ടെ. കട്ടായി. ഓക്കെ, എരിവ് തേങ്ങ ചാറ് ഒഴിക്കുമ്പോൾ ശരിയായിക്കോളും. തേങ്ങ ഒഴിക്കട്ടെ കേട്ടോ. എരിവ് കുറച്ച് കൂടുതലായി ഇപ്പോൾ. ഇത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ശരിയാവും. ഇത് തേങ്ങാപ്പാൽ ഒഴിക്കും. കറിയുടെ ഒരു ഇത് മാറിയില്ല. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇച്ചിരി തിളക്കട്ടെ. ഓക്കെ. അപ്പം എരിവ് കുറഞ്ഞോളൂ. തേങ്ങാപ്പാൽ വയ്ക്കുമ്പോൾ അല്ലേ? കറക്റ്റായി. അടിപൊളി ടേസ്റ്റ്. ആണോ? കുറച്ച് വെച്ചു. നല്ല തേങ്ങാപ്പൊടി കിട്ടും. അല്ലല്ലേ? ടേസ്റ്റുള്ള എരിവ് മുന്നിക്കില്ല. വെള്ളമായിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയായി നമ്മുടെ കോട്ട് നല്ല ഉഷാറായിട്ടൊക്കെ തിളച്ച് നല്ല ഉഷാറായിട്ടാണ് മനസ്സൊക്കെ നല്ല കീറി നല്ലതായിട്ട്. ഉപ്പൊക്കെ കറക്റ്റായല്ലോ. കുറവല്ല, പുതിയ വളരെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് കറക്റ്റല്ലേ? പോട്ടെ. ഓക്കെ. ലാസ്റ്റ് നമ്മൾ കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിക്കും അല്ലേ? അപ്പം നമ്മുടെ കറി കോഫർ കറി സമാപ്തമായി. തേങ്ങ അരച്ച കോഫർ കറി അല്ലേ? കോഫറിൻ്റെ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. അപ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചേ നല്ല ടേസ്റ്റാവും, നല്ല കറി എല്ലാം അടിപൊളിയാവും. ഒന്ന് കറക്കി ഇട്ട് സെറ്റപ്പാക്കി ഒരു ഇനിയിപ്പോൾ എടുക്കാമല്ലേ? ആയിട്ടില്ല, അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് മീൻ കോഫി കറി കഴിഞ്ഞ് അടുത്ത മീൻ മറക്കാൻ പോകണം. മീൻ മറക്കാണ് ചാളാമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇല വെക്കണ്ട, ഇല അതിൻ്റെ പുറത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടല്ലേ ഇല വെക്കണ്ട? വെച്ചോ. ഓക്കെ ഓക്കെ, ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇല പുറത്ത് വെച്ചാണ് നമ്മൾ ചാള വറക്കാൻ പോകുന്നത്. നല്ല ചാളയാണ് എടുത്തിട്ട് ഓക്കെ. ഇല വെക്കാൻ പോകണം. ഒന്നുകൂടെ ഒന്ന് അത് ഒരു ഞാൻ കട്ട് ചെയ്യാൻ തരാം. എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിക്കുകയാണ്. ഈ ഇലയിൽ വെച്ച് നമ്മൾ മീൻ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല സ്വാദാണ്. ആ ഇലയുടെ സ്വാദും ആ ചാളയുടെ ആ ഒരു മിക്സിങ് കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. ചാളങ്ങടെ വെച്ച് നമ്മൾ
ചാള വെച്ചു. ചാള ഓരോന്നൊക്കെ വെച്ച് വറുക്കുകയാണ്. എണ്ണയിൽ വെച്ചിട്ടല്ല, കുരുമുളക് പൊടി കിട്ടാറ് നമ്മളല്ല അല്ലേ, എണ്ണ വെച്ചിട്ട് വറുക്കുകയാണ്. അടിപൊളി അരപ്പിട്ട് അരപ്പ് നല്ല തേച്ച്. നല്ല സ്മെല്ല്. നല്ല സ്മെല്ല്. നമ്മുടെ ഷെഫാണ്. ഈ ഷെഫ് നല്ലൊരു പാചകക്കാരിയാണ്. എല്ലാം പാചകം ചെയ്യും, നല്ലോണം ചെയ്യും. ചിക്കൻ വെക്കും, മട്ടൻ വെക്കും, എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല കൈപ്പുണ്യം ഉണ്ട്. നല്ല ടേസ്റ്റോടെ കഴിക്കാം ഭക്ഷണം. നല്ല കൈപ്പുണ്യമുണ്ട്. നമ്മൾ വെക്കുന്ന ഓരോ ഭക്ഷണം നല്ല ടേസ്റ്റോടെ കഴിക്കാം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനവളെ പുകട്ടി പറയുന്നില്ല, അങ്ങനെ വിചാരിക്കില്ല കേട്ടോ. അവൾ വെക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ അതിൻ്റെ ആ ഒരു നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് മീനകത്ത് നല്ല രീതിയിൽ അങ്ങനെ ചാള അവിടെ കിടന്നിട്ട് ഫ്രൈ ആവട്ടെ. ചാള വറുത്ത് ലെവലായിട്ട് ഡെക്കറേഷൻ സവാളയും നാരങ്ങയും കട്ട് ചെയ്തു ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ സാമ്പാർ റെഡിയാണ്. ഞങ്ങളുടെ ഇലയിൽ ചെറിയ സദ്യ പോലെ. അത് ചാള ഏകദേശം ഫിനിഷിൻ്റെ ലെവലായി. നമ്മുടെ മീൻ ലെവലെ വറുത്തല്ലേ, വെറുതെ വരുന്നല്ലേ ലെവലെ വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് സവാള ഉണ്ട്. സവാള നാരങ്ങനീര് വെക്കും. നാരങ്ങ വെക്കണം. സവാള നാരങ്ങനീര് ഒഴിക്കണം. കഴിച്ചിട്ടുണ്ടോ നാരങ്ങനീര് ഒഴിച്ചിട്ട്? അത് ടേസ്റ്റ്. അങ്ങനെ നാരങ്ങ പീസ് കിട്ടണം. ഞാൻ കട്ട് ചെയ്ത് പോരെ ഞാൻ സവാള ബദ്രിക്കോ പിന്നെ സവാള ബദ്രിക്കോ സവാള പുള്ളുണ്ട്. ഡെക്കറേഷൻ നല്ല രീതിയിൽ അധ്യായം അടിപൊളി. സൂപ്പർ. ഓറഞ്ച് ഓക്കെ. സാമ്പാറിന് ലെവലാക്കിയ ശേഷം നമ്മളിന്നൊരു അടിപൊളി സദ്യയാണ് കഴിക്കാൻ പോകണം. നിങ്ങൾ കണ്ടോളൂ, നിങ്ങളെ കാണിച്ചോണ്ട് നമ്മൾ കഴിക്കുള്ളൂ. അതെ ഓക്കെ. ചാള നമ്മൾ ലെവലായിട്ടുണ്ട്. ചാളക്കറി ലെവലായിട്ടുണ്ട്. കളവട്ടിച്ചിട്ടു നല്ല ചാളയാണ്. ചാളയാണ്. മുട്ട ഉണ്ടായിരുന്നു. മുട്ട കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മാൻ ചാളയാണ്. അത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ സാമ്പാർ, ചാള വറുത്തത്, നമ്മുടെ കോഫർ കറി, ചോറ്, നമ്മൾ എല്ലാം സദ്യയാണ് കഴിക്കാൻ പോണത്. എല്ലാവരും അതിൽ വിളമ്പി കഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചോറ്, അച്ചാറ്, ചെമ്മീൻ പൊടി എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ. ചോറ് വിളമ്പുന്നു. ഒരു പ്രവാസിയുടെ ജീവിതം ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക.
കുറച്ചുകൂടെ അയ്യോ എനിക്ക് കുറച്ചുകൂടെ കഴിക്കുള്ളൂ. ഒരു പ്രവാസിയുടെ ജീവിതം തുടങ്ങുന്നത് ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കുന്ന എല്ലാവരും. ഇവക്കൊരാഗ്രഹം ഇലയിൽ ഇങ്ങനെ കഴിക്കണമെന്ന്, മീനൊക്കെ വറുത്ത്. ഇത് രാത്രി അവൾ എന്നോട് പറഞ്ഞിങ്ങനെ അവൾക്കൊരാഗ്രഹം ഇങ്ങനെ മീനും കഴുകി വറുത്ത് ഇതുപോലെ കഴിക്കണമെന്ന്. നമ്മുടെ ഭാര്യമാരുടെ ആഗ്രഹം നമ്മളെല്ലാം ആരാധന സഹായിച്ചു കൊടുക്കും. അത് തന്നെ. ചമ്മന്തിപ്പൊടി ഇട്ടു. ചമ്മന്തിപ്പൊടി വേണമെന്നില്ല കേട്ടോ, ഇഷ്ടമല്ലേ? എടുത്തിട്ടിട്ടോ കുഴപ്പമില്ല. ടേസ്റ്റ് അത് ഇത് എന്താണത്? ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ചോറ്, ഉപ്പിൻ്റെ അടി. ഓക്കെ, ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക അച്ചാറ്. ഓക്കെ, ചോറ്, നെല്ലിക്ക അച്ചാറ്. കുറച്ച് എനിക്ക് കുറച്ച് മതി. ഇനിയിപ്പോൾ നമ്മൾ മീൻ ഇത് സീ ഫുഡ് ചോറിൽ അവൾ പറയുന്നത് കുഴി കുഴിക്കുക. അപ്പം നമ്മൾ കുഴി കുഴിക്കട്ടെ ചോറിനകത്ത്. കുഴി കുഴിക്കും ചോറിൽ കുഴി കുഴിക്കട്ടെ. ആ സാമ്പാർ ഒഴിച്ചു. സാമ്പാർ ഒഴിക്കാം. ഇത് നമ്മുടെ നാടൻ മുരിങ്ങയ്ക്കയല്ല കേട്ടോ, ഇത് ഒമാനിലുള്ള ഇവിടുത്തെ മുരിങ്ങയ്ക്കയാണ്. നമ്മുടെ മുരിങ്ങയ്ക്കയുടെ അത്ര ടേസ്റ്റ് വരുമെങ്കിലും ഏകദേശം ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇതാ മുരിങ്ങയ്ക്ക ഒരു രക്ഷയില്ല. നമ്മുടെ ഇവിടുത്തെ മുരിങ്ങയില ഒരു രക്ഷയില്ല കേട്ടോ. മുരിങ്ങയില നമ്മൾ കഴിച്ചാൽ പണി പാട് വിടും. നമ്മുടെ കോഫർ കറി ഇടുകയാണ് അടുത്തത്. കോഫർ കറിയാണ് അടുത്തത്. കോഫർ കറി ഒഴിച്ചു. ചാറാണ് അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. എല്ലാം കുഴച്ചില്ല, കുഴപ്പമില്ല. ആ പീസ് എടുക്ക്, വലിയ പീസ് എടുക്ക്. അത് ചാറ് വെച്ചാൽ അത് കുഴപ്പമില്ല. അത് വേണ്ടത്. ഇനിയിപ്പം നമ്മുടെ മാലിച്ചാള വറുത്തത് അത് സൈഡിലേക്ക് ഇട്ടു. ചാള വറുത്ത സൈഡിലേക്ക് ഇട്ടു. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. എല്ലാം കഴിഞ്ഞല്ലോ, നമ്മളെല്ലാം കഴിഞ്ഞല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ സദ്യ നിങ്ങൾ തുടങ്ങുകയാണെന്ന്. ഓക്കെ, താങ്ക് യു.